എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. +1 പൊളിറ്റിക്കൽ സയൻസ് ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ചർച്ച ചെയ്യുന്നത്? കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മൂന്നാമത്തെ പാഠം തിരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും എന്ന പാഠഭാഗത്തിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്തതാണ്. എന്തൊക്കെയായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് അല്ലേ? വി ഡീറ്റെയിൽഡി ഡിസ്കസിങ് അബൌട്ട് ദി എലക്ഷൻ ആൻഡ് റെപ്രസെൻറ്റേറ്റീവ്. ആൻഡ് ഫോർത്ത് ചാപ്റ്റർ, നാലാമത്തെ പാഠഭാഗം എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ്. എക്സിക്യൂട്ടീവ് മീൻസ് കാര്യനിർവഹണ വിഭാഗം. ഇന്ത്യൻ ഭരണഘടനയിൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യുവൻസിൽ അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. So, in this chapter, we will detailedly discussing about the functions of executive and types of executive and the main duties of പ്രസിഡന്റ് ആൻഡ് പ്രൈം മിനിസ്റ്റർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും പ്രധാനപ്പെട്ട അധികാരങ്ങളെക്കുറിച്ച് നമ്മൾ ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. ആൻഡ് വാട്ട് യു മീൻ ബൈ പോക്കറ്റ് വീറ്റോ, എന്താണ് പോക്കറ്റ് വീറ്റോ എന്നതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. ഓക്കെ, ദെൻ സിവിൽ സർവീസ്. സിവിൽ സർവീസ് ദ കാറ്റഗറീസ് അല്ലെങ്കിൽ സിവിൽ സർവീസിൻ്റെ വർഗീകരണം, അതിൻ്റെ ആ കാറ്റഗറൈസേഷൻ എങ്ങനെയാണ്, സിവിൽ സർവീസിനെ എങ്ങനെയാണ് കാറ്റഗറൈസേഷൻ ചെയ്തിട്ടുള്ളത്, എന്തൊക്കെയാണ്? ഓൾ ഇന്ത്യ സർവീസ് ഉണ്ട്, സ്റ്റേറ്റ് സർവീസ് ഉണ്ട്, അതുപോലെ തന്നെ സെൻട്രൽ സർവീസ് ഉണ്ട്. അങ്ങനെ 3 ഭാഗമായിട്ടാണ് നമ്മുടെ സിവിൽ സർവീസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ കാര്യനിർവഹണ വിഭാഗം. ഇന്ത്യൻ ഭരണഘടനയിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്, കാര്യനിർവഹണ വിഭാഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ചില പ്രത്യേകതകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, പ്രധാനമായിട്ട് ഇതിൽ പറയുന്നത് നിയമനിർമ്മാണ സഭ പാസ്സാക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു വിഭാഗമാണ് ഇത് കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ഇന്ത്യൻ ഗവൺമെൻറ് ഏതാണ്? എക്സിക്യൂട്ടീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എക്സിക്യൂട്ടീവിനെ കുറിച്ചാണ് കൂടുതലായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ പാഠഭാഗത്ത് ദ 4th യൂണിറ്റ് ആണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഫോക്കസിങ് ഏരിയയിലും അതുപോലെ തന്നെ പരീക്ഷയ്ക്കും ഈ പാഠഭാഗത്തു നിന്നും പ്രധാനമായിട്ടും ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ എന്താണ് നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ അധികാരങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ എന്താണ് ഫങ്ഷൻസ് ഓഫ് അല്ലെങ്കിൽ പ്രസിഡൻറ്റിൻ്റെ രാഷ്ട്രപതിയുടെ പ്രധാനപ്പെട്ട അധികാരങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്ററിൻ്റെ ചുമതലകളെക്കുറിച്ചും, അതുപോലെ തന്നെ പ്രധാനമായിട്ടും പോക്കറ്റ് വീറ്റോ എന്താണ്, ദെൻ സിവിൽ സർവീസിൻ്റെ വർഗീകരണം, സിവിൽ സർവീസിനെ എങ്ങനെയാണ് വർഗീകരിച്ചിട്ടുള്ളത് എന്നീ കാര്യങ്ങളൊക്കെയാണ് ഈ പാഠഭാഗത്ത് പ്രധാനമായിട്ടും നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് 4ാമത്തെ യൂണിറ്റിൻ്റെ വിശദമായ ക്ലാസ്സുകളിലേക്ക് കടക്കാം. എല്ലാവർക്കും സ്വാഗതം. ചാപ്റ്റർ 4 എക്സിക്യൂട്ടീവ്, 4ാമത്തെ പാഠഭാഗം കാര്യനിർവഹണ വിഭാഗം എക്സിക്യൂട്ടീവ്. നോക്കാം എന്താണ് സെൻട്രൽ എക്സിക്യൂട്ടീവ് ആൻഡ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഓഫ് ഇന്ത്യ. Executive is the branch of government responsible for the implementation of law and policies adopted by the legislature. നിയമനിർമ്മാണ സഭ പാസ്സാക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം. The official designation of the executive vary from country to country. എക്സിക്യൂട്ടീവിൻ്റെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ ഒഫീഷ്യൽ ഡെസിഗ്നേഷൻ രാജ്യങ്ങൾക്കനുസരിച്ച് മാറുന്നതായിരിക്കും. സം കൺട്രീസ് ഹാവ് പ്രസിഡൻറ്റ് വൈൽ അതേഴ്സ് ഹാവ് ചാൻസലേഴ്സ്. ചില രാജ്യങ്ങളിൽ പ്രസിഡൻറ്റും അതുപോലെ തന്നെ മറ്റുള്ളവർ ചാൻസലേഴ്സും ആയിരിക്കും. ഇൻ ഇന്ത്യ, സെൻട്രൽ എക്സിക്യൂട്ടീവ് കൺസിസ്റ്റ് ഓഫ് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, പ്രൈം മിനിസ്റ്റേഴ്സ് ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഇന്ത്യയിൽ 2 തരത്തിലുള്ള കാര്യനിർവഹണ വിഭാഗങ്ങളാണ് ഉള്ളത്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ എന്നിവരുൾപ്പെടുന്ന കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം അഥവാ യൂണിയൻ കാര്യനിർവഹണ വിഭാഗം. ദ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കൺസിസ്റ്റ് ഓഫ് ഗവർണർ, ചീഫ് മിനിസ്റ്റർ ആൻഡ് സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സ്. അതുപോലെ തന്നെ ഗവർണർ, മുഖ്യമന്ത്രി, മന്ത്രിസഭ എന്നിവ അടങ്ങിയ സംസ്ഥാന കാര്യനിർവഹണ വിഭാഗവും ഇന്ത്യയിൽ ഉണ്ട്. The executive branch is not just about president, prime ministers and ministers. It also extended to the administrative machinery or bureaucracy. The head of the state and the government and other ministers carried out the overall responsibility of the government policies.
are together known as the political executive. ഇവയെ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗമെന്നാണ് വിളിക്കുന്നത്. രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗ നയങ്ങൾ രൂപീകരിക്കുവാനും നടപ്പിലാക്കുവാനും സഹായിക്കുന്ന ഉദ്യോഗസ്ഥ വിഭാഗത്തെയാണ് സ്ഥിര കാര്യനിർവഹണ വിഭാഗമെന്ന് വിളിക്കുന്നത്. The official or the bureaucrats who are responsible for day-to-day administrations are called the permanent executive. നെക്സ്റ്റ് നോക്കുന്നത് പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. രാഷ്ട്രപതിയുടെ അധികാരങ്ങളെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇൻ ഇന്ത്യ, പ്രസിഡന്റ് ഈസ് ദി ഫോർമൽ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്സ്. രാഷ്ട്രത്തിൻ്റെ തലവനാണ് രാഷ്ട്രപതി. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വെറ്റ്സ് ദി എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദി യൂണിയൻ ഫോർമലി ഇൻ ദി പ്രസിഡന്റ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. ഇൻ റിയാലിറ്റി, ദ പ്രസിഡന്റ് എക്സസൈസ് ദീസ് പവേഴ്സ് ത്രൂ ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ ദി പ്രൈം മിനിസ്റ്റർ. എന്നിരുന്നാലും അദ്ദേഹം നാമമാത്രമായ എക്സിക്യൂട്ടീവാണ്. പ്രധാനമന്ത്രി ഉൾപ്പെടുന്ന മന്ത്രിസഭയാണ് യഥാർത്ഥ എക്സിക്യൂട്ടീവ് അധികാരം കൈയാളുന്നത്. ദ ടേം ഓഫ് ദി പ്രസിഡന്റ് ഈസ് 5 years. 5 കൊല്ലം അല്ലെങ്കിൽ 5 വർഷത്തേക്കാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ദ പ്രസിഡന്റ് ഈസ് elected ബൈ ദി ഇലക്ട്രൽ കോളേജ് കൺസിസ്റ്റ് ഓഫ് ഓൾ ദി elected മെമ്പേഴ്സ് ഓഫ് ബോത്ത് ദി ഹൗസ് ഓഫ് പാർലമെൻറ്റ് ആൻഡ് ദി സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളടങ്ങുന്ന ഒരു ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ദിസ് election take place in accordance with the principle of proportional representation with single transferable vote. പരോക്ഷ തിരഞ്ഞെടുപ്പ് രീതിയായ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് വഴിയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഇതൊരു ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. The president can be removed from office by the parliament in case of the violation of the constitution. ഭരണഘടനാ ലംഘന കുറ്റത്തിന്മേൽ പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടുകൂടി രാഷ്ട്രപതിയെ പുറത്താക്കാവുന്നതാണ്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഇംപീച്ച്മെൻറ്റ്. ഈ നടപടിയെ ഇംപീച്ച്മെൻ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ രാഷ്ട്രപതിയെ തൽസ്ഥാനത്ത് നിന്നും നീക്കുന്ന നടപടിയെ പറയുന്ന പേരാണ് ഇംപീച്ച്മെൻ്റ് എന്നത്. മിനിമം ഏജ് to contest in presidential election is 35 years. കുറഞ്ഞ പ്രായപരിധി, രാഷ്ട്രപതിയാവാനുള്ള കുറഞ്ഞ പ്രായപരിധി 35 വയസ്സാണ്. നോക്കാം പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഇന്ത്യൻ പ്രസിഡന്റ്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ചുമതലകൾ, അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദ പ്രസിഡന്റ് ഹാസ് വൈഡ് റാങ്കിംഗ് executive, legislative, judicial and emergency powers. In a parliamentary system, these powers are in reality used by the president only on the advice of the council of ministers. The president has a right to be informed of all the important matters and deliberation of the council of ministers. എല്ലാ പ്രധാന വിഷയങ്ങളെക്കുറിച്ചും മന്ത്രിസഭയിലെ ചർച്ചകളെക്കുറിച്ചും വിവരങ്ങൾ അറിയുവാനുള്ള അവകാശം രാഷ്ട്രപതിക്കുണ്ട്. മന്ത്രിസഭയുടെ തീരുമാനം രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് നിരക്കുന്നതല്ലെന്ന് ബോധ്യമായാൽ പുനഃപരിശോധിക്കാൻ രാഷ്ട്രപതിക്ക് ആവശ്യപ്പെടാം. എവരി ബിൽ പാസ്ഡ് ബൈ ദി പാർലമെൻറ്റ് ഗോസ് ടു ദി പ്രസിഡന്റ് ഫോർ ഹിസ് അസെൻറ്റ് ബിഫോർ ഇറ്റ് ബിക്കേം എ ലോ. പാർലമെൻറ്റ് പാസ്സാക്കുന്ന എല്ലാ ബില്ലുകളും രാഷ്ട്രപതി ഒപ്പിടുന്നതോടുകൂടി മാത്രമേ നിയമമാവുകയുള്ളൂ. ദ പ്രസിഡന്റ് ഹാസ് ടു വീറ്റോ പവർ ബൈ വിച്ച് he can withhold or refuse to give assent to bills other than money bill. പാർലമെൻറ്റ് പാസ്സാക്കുന്ന ധനകാര്യ ബില്ലുകൾ ഒഴികെയുള്ള എല്ലാ ബില്ലുകളും തടഞ്ഞു വയ്ക്കുകയോ അനുമതി നിഷേധിക്കുകയോ ചെയ്യാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. The president can send the bill back to the parliament for consideration, but if the parliament passes the same bill again and send it back to the president, then the president has to give assent to the bill. പക്ഷേ അത് തിരിച്ചയക്കുകയാണെങ്കിൽ രാഷ്ട്രപതി എന്ത് ചെയ്യണം? ഒപ്പുവെക്കേണ്ടതാണ്. ഓക്കെ. ഇന്ത്യൻ പ്രസിഡന്റ് ക്യാൻ അനൗൺസ് ഓർഡിനൻസ്. ആർട്ടിക്കിൾ 123. An ordinance will expire after 6 weeks once both the House of Parliament are in session. ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഉണ്ട്. ആർട്ടിക്കിൾ 123 പ്രകാരം. The President appoint Prime Ministers and Council of Ministers, Judges and Supreme Court and High Court, State Governors, Finance Commissioner, Attorney General, CAG, Chairman and members of UPSC, Election Commissioners, etc. പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാർ, സംസ്ഥാന ഗവർണർമാർ, ഫിനാൻസ് കമ്മീഷണർ,
അറ്റോർണി ജനറൽ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നിവരെയെല്ലാം നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. പ്രസിഡന്റ് ഹാസ് ദി പവർ ടു ഗിവ് പാർഡൺ ടു ദി പ്രിസണർ. കുറ്റവാളികൾക്ക് ശിക്ഷ ഇളവ് ചെയ്ത് കൊടുക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. പ്രസിഡന്റ് ഹാസ് പവർ ടു ഡിക്ലെയർ 3 ടൈപ്സ് ഓഫ് എമർജൻസി. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥകളാണ് പ്രഖ്യാപിക്കാറ്. ഒന്ന് നാഷണൽ എമർജൻസി, ദേശീയ അടിയന്തരാവസ്ഥ, ആർട്ടിക്കിൾ 352. പ്രസിഡൻസ് റൂൾ, രാഷ്ട്രപതി ഭരണം, ആർട്ടിക്കിൾ 356 ആൻഡ് 365. ഫിനാൻഷ്യൽ എമർജൻസി, ആർട്ടിക്കിൾ 360. സാമ്പത്തിക അടിയന്തരാവസ്ഥ, ആർട്ടിക്കിൾ 360. പോക്കറ്റ് വീറ്റോ. എവറി ബിൽ പാസ്ഡ് ബൈ ദി പാർലമെൻറ്റ് ഗോസ് ടു ദി പ്രസിഡന്റ് ഫോർ ഹിസ് അസെൻറ്റ് ബിഫോർ ഇറ്റ് ബിക്കെയിം എ ലോ. However, there is no mention in the Constitution about the time limit within which the president has to give his assent. This means that the president can just keep the bill pending with him without any time limit. This is sometimes referred as pocket veto. പാർലമെൻറ്റ് പാസ്സാക്കുന്ന ധനകാര്യ ബില്ലുകൾ ഒഴികെയുള്ള എല്ലാ ബില്ലുകൾക്കും രാഷ്ട്രപതിയുടെ അനുമതി ആവശ്യമാണ്. രാഷ്ട്രപതിയുടെ അനുമതി ലഭിക്കാത്ത ഒരു ബില്ലും നിയമമാകുകയില്ല. എന്നാൽ രാഷ്ട്രപതിക്ക് സമർപ്പിക്കപ്പെടുന്ന ബില്ലുകൾ തിരിച്ചയക്കേണ്ട സമയപരിധിയെപ്പറ്റി ഭരണഘടനയിൽ സൂചനയൊന്നുമില്ല. ആയതിനാൽ ഏത് ബില്ലും തീർപ്പ് കൽപ്പിക്കാതെ എത്ര കാലം വേണമെങ്കിലും കൈവശം വയ്ക്കാൻ രാഷ്ട്രപതിക്ക് കഴിയും. ഇതിനെയാണ് പോക്കറ്റ് വീറ്റോ എന്നത് അറിയപ്പെടുന്നത്. അത് നോക്കാം. പ്രൈം മിനിസ്റ്റേഴ്സ്. ദ എക്സ്പ്ലെയിൻ ദി പവേഴ്സ് ആൻഡ് ദ ഫങ്ഷൻസ് ഓഫ് ദി പ്രൈം മിനിസ്റ്റർ. പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളെക്കുറിച്ച് നോക്കാം. ആർട്ടിക്കിൾ 74(1) says that there shall be a council of ministers headed by the prime minister to aid and advise the president. It means the president exercises his powers only on the advice of the council of ministers. ആർട്ടിക്കിൾ 74 പ്രകാരം പ്രസിഡന്റിനെ സഹായിക്കുന്നതിന് വേണ്ടി മന്ത്രിസഭ, പ്രൈം മിനിസ്റ്റർ തലവനായി കൊണ്ടിട്ടുള്ള ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. It means the president exercises his powers only the advice of the council of ministers. ലോക്സഭയിൽ, അതായത് കേന്ദ്രമന്ത്രിസഭയുടെ തലവനായ പ്രധാനമന്ത്രിയാണ് യഥാർത്ഥ എക്സിക്യൂട്ടീവ് അധികാരം കൈയാളുന്നത്. ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഈസ് ഹെഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. പ്രധാനമന്ത്രിയാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ തലവൻ എന്ന് പറയുന്നത്. ദസ് ഇൻ ഇന്ത്യ പ്രൈം മിനിസ്റ്റേഴ്സ് ഈസ് ദ റിയൽ എക്സിക്യൂട്ടീവ്. യഥാർത്ഥ എക്സിക്യൂട്ടീവ് അധികാരം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. ഹീ ഈസ് ദി ഹെഡ് ഓഫ് ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ, സർക്കാരിൻ്റെ ഹെഡ്, തലവൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. ദ പ്രസിഡന്റ് അപ്പോയിൻറ്റ്സ് ദി ലീഡേഴ്സ് ഓഫ് ദി മെജോറിറ്റി പാർട്ടി ഓർ കോയിലേഷൻ ഓഫ് ദി പാർട്ടീസ് ഇൻ ലോക്സഭ ആസ് പ്രൈം മിനിസ്റ്റർ. ദ പവേഴ്സ് ആൻഡ് ദ ഫങ്ഷൻസ് ഓഫ് ദി പ്രൈം മിനിസ്റ്റേഴ്സ് ആസ് ഫോളോസ്. ലോക്സഭയിൽ ഭൂരിപക്ഷം ലഭിക്കുന്ന കക്ഷിയുടെ അല്ലെങ്കിൽ മുന്നണിയുടെ നേതാവിനെയാണ് പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കുന്നത്. പ്രധാനമന്ത്രിയുടെ അധികാരങ്ങൾ താഴെ പറയുന്നതാണ്. നോക്കാം. പ്രൈം മിനിസ്റ്റേഴ്സ് ഈസ് ദ ചെയർമാൻ ഓഫ് ദി ക്യാബിനറ്റ്. മന്ത്രിസഭയുടെ അല്ലെങ്കിൽ എന്താണ് ക്യാബിനറ്റിൻ്റെ ചെയർമാനാണ് ആര്? പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. പ്രൈം മിനിസ്റ്റർ ഡിസ്ട്രിബ്യൂട്ട് ദി പോർട്ട്ഫോളിയോ ഓഫ് ദി മിനിസ്റ്റേഴ്സ്. ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ അദ്ദേഹമാണ് നിശ്ചയിക്കുന്നത്. പ്രൈം മിനിസ്റ്റർ ഹാസ് ദി പവർ ടു റീഷഫിൾ ദി പോർട്ട്ഫോളിയോ ഓഫ് ദി മിനിസ്റ്റേഴ്സ്. മന്ത്രിസഭാംഗങ്ങൾ ആരെല്ലാമായിരിക്കണമെന്നും അവരുടെ വകുപ്പുകൾ ഏതെല്ലാമായിരിക്കണമെന്നും തീരുമാനിക്കുന്നത് പ്രസിഡൻ്റാണ്. പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് ദ ക്യാബിനറ്റ് മീറ്റിംഗ് ഡിസൈഡ് ചെയ്തത് പ്രൈം മിനിസ്റ്ററാണ്. പ്രൈം മിനിസ്റ്റർ ആക്ട് ആസ് എ മീഡിയേറ്റർ ബിറ്റ്വീൻ പ്രസിഡന്റ് ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. മന്ത്രിസഭയെയും പാർലമെൻറ്റിനെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു. പ്രൈം മിനിസ്റ്റേഴ്സ് ആക്ട്സ് ആസ് എ മീഡിയേറ്റർ ബിറ്റ്വീൻ ദ പ്രസിഡന്റ് ആൻഡ് ദി പാർലമെൻറ്റ്. അതുപോലെ തന്നെ പാർലമെൻറ്റിൽ മിനിസ്റ്റേഴ്സിനെയൊക്കെ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായിട്ടാണ് പ്രൈം മിനിസ്റ്റർ ആക്ട് ചെയ്യുന്നത്. പ്രൈം മിനിസ്റ്റർ ഡിസൈഡ് ദ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഓഫ് ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ രൂപീകരിക്കുന്നു, ആഭ്യന്തര വിദേശ നയങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നു. എല്ലാം ആരാണ്? പ്രധാനമന്ത്രിയാണ്. How long can a person continue to the prime ministers or minister without being a member of either house of the parliament? 6 months. പാർലമെൻറ്റ് അംഗമല്ലാത്ത ഒരാൾ മന്ത്രിയോ പ്രധാനമന്ത്രിയോ ആയി ചുമതലയേറ്റാൽ എത്ര കാലത്തിനുള്ളിൽ പാർലമെൻറ്റിൽ അംഗത്വം നേടിയിരിക്കണം? 6 മാസത്തിനുള്ളിൽ. ദെൻ നോക്കുന്നത് പരമാവധി എത്ര മന്ത്രിമാരെ വരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താം എന്നതിനെക്കുറിച്ച് നോക്കാം. 2003 91 ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയുടെ ആകെസംഖ്യയുടെ 15% കവിയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ദ ടോട്ടൽ നമ്പർ ഓഫ് കൗൺസിൽ മിനിസ്റ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ദ പ്രൈം മിനിസ്റ്റർ ഷാൾ നോട്ട് എക്സീഡ് 15% ഓഫ് ദി ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദി ലോക്സഭ.
The provision was added by the 91st Amendment Act 2003. നോക്കാം പെർമനൻറ്റ് എക്സിക്യൂട്ടീവ് സിവിൽ സർവീസ് ഇൻ മോഡേൺ പീരിയഡ് എന്താണ്? ദ എക്സിക്യൂട്ടീവ് ഓർഗൻ ഓഫ് ദി ഗവൺമെൻറ് ഇൻക്ലൂഡ്സ് ദി പ്രൈം മിനിസ്റ്റർ, ദ മിനിസ്റ്റേഴ്സ് ആൻഡ് ദി ലാർജ് ഓർഗനൈസേഷൻ കോൾഡ് ദി ബ്യൂറോക്രസി. നയങ്ങൾ രൂപീകരിക്കാൻ മന്ത്രിമാരെ സഹായിക്കുകയും അവ നടപ്പിലാക്കുകയും ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥ വിഭാഗത്തെയാണ് സ്ഥിരം എക്സിക്യൂട്ടീവ് അഥവാ ബ്യൂറോക്രസി എന്ന് വിളിക്കുന്നത്. The underline the difference between the machinery and the military service, it is described as civil service. സൈനിക സേവനത്തിൽ നിന്ന് ഇതിനുള്ള വ്യത്യാസം അടിവരയിടുന്നതിനാണ് ഇതിനെ സിവിൽ സർവീസ് എന്ന് വിളിക്കുന്നത്. The officials who assist the political executive in their policy making and carries out the policies of the government is known as permanent executive. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെടുന്ന ഈ ഉദ്യോഗസ്ഥർക്ക് സ്ഥിരമായ ഔദ്യോഗിക കാലാവധിയുണ്ട്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ ഒരു സ്ഥിരം എക്സിക്യൂട്ടീവ് ആയിരിക്കും. They are recruited on the basis of the merit for a long period until the age of retirement. These trained and skilled officers assist the ministers in formulating policies and implementing these policies. ഗവൺമെൻറ്റിൻ്റെ നയരൂപീകരണത്തിൽ മന്ത്രിമാരെ സഹായിക്കുകയും ഈ നയങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നത് ഉദ്യോഗസ്ഥ വിഭാഗമാണ്. The capacity and knowledge of the civil servant helps the ministers to minimize the complexity of modern scientific legislature. അതായത് മന്ത്രിമാരെ സഹായിക്കുന്നതിന്, അതായത് അഡ്വാൻസ്ഡ് നോളജിലുള്ള സിവിൽ സർവൻസ് എന്ത് ചെയ്യുന്നു? മന്ത്രിമാരെ സഹായിക്കുന്നു, ഭരണത്തിൽ മന്ത്രിമാരെ സഹായിക്കുന്നതിന് പ്രാപ്തരാക്കുന്നു. The bureaucracy is an instrument through which welfare policies of the government must reach the people. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെടുന്ന ഈ ഉദ്യോഗസ്ഥർക്ക് സ്ഥിരമായ ഒരു ഔദ്യോഗിക കാലാവധിയും ഗവൺമെൻറ്റുകൾ മാറി മാറി വരുമ്പോഴും രാഷ്ട്രീയ നിഷ്പക്ഷതയോടെ ജനങ്ങളെ സേവിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. ഇനി നോക്കാം സ്ട്രക്ചർ ഓഫ് സിവിൽ സർവൻസ്, സിവിൽ സർവീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സിവിൽ സർവീസിൻ്റെ വർഗീകരണത്തിനെ കുറിച്ച് നോക്കാം. എന്തൊക്കെയാണ്? ദർ ആർ ത്രീ സ്ട്രക്ചർ ഓഫ് സിവിൽ സർവീസ് ആണുള്ളത്. ഇന്ത്യയിൽ പ്രധാനമായിട്ടും 3 രീതിയിലുള്ള സിവിൽ സർവീസാണ്. ഒന്ന് ഓൾ ഇന്ത്യ സർവീസ്, അഖിലേന്ത്യാ സർവീസ്. ഓൾ ഇന്ത്യ സർവീസ് ആർ കോമൺ to both central and state government. They are elected through the civil service exam conducted by the UPSC, example Indian Administrative Service IAS, Indian Police Service IPS. അഖിലേന്ത്യാ സർവീസ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും ആവശ്യത്തിനായി നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരാണ് അഖിലേന്ത്യാ സർവീസിൽ ഉൾപ്പെടുന്നത്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ് എന്നിവ ഇതിൻ്റെ ഉദാഹരണമാണ്. ഇവർക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. നെക്സ്റ്റ് വൺ central service. The central service works under the exclusive jurisdiction of the central government. കേന്ദ്രഭരണ നിർവഹണം നടത്തുന്നതും കേന്ദ്രത്തിന് പൂർണ്ണ നിയന്ത്രണമുള്ളതുമായ ഉദ്യോഗസ്ഥന്മാരാണ് കേന്ദ്ര സർവീസിൽ ഉൾപ്പെടുന്നത്. നെക്സ്റ്റ് തേർഡ് വൺ സ്റ്റേറ്റ് സർവീസ്. ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി സ്റ്റേറ്റ് ഈസ് ലുക്ക്ഡ് ആഫ്റ്റർ ബൈ ഓഫീസേഴ്സ് അപ്പോയിൻറ്റഡ് ത്രൂ ദി സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ. ദ സ്റ്റേറ്റ് ഗവൺമെൻറ് determines the service condition of them. സംസ്ഥാന ഭരണ നിർവഹണം നടത്തുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ വിഭാഗമാണ് സംസ്ഥാന സർവീസ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഇവരുടെ നിയമനങ്ങൾ നടത്തുന്നത്. PSC വഴിയാണ്, കേരള PSC സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയാണ് ഇതിലെ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ പാഠഭാഗത്ത് അധ്യായം 4 ചർച്ച ചെയ്യാനുള്ളത്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. 5ാമത്തെ യൂണിറ്റ് ലെജിസ്ലേച്ചർ അഥവാ നിയമനിർമ്മാണ സഭ, അതിനെക്കുറിച്ചാണ് നമുക്ക് 5ാമത്തെ പാഠഭാഗത്ത് ചർച്ച ചെയ്യാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ 5ാമത്തെ യൂണിറ്റുമായിട്ട് വരും. ഓക്കെ, ബൈ.